പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലൈവ് വരണമെന്ന് വിചാരിച്ചതല്ല. വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിലാണ് സാധാരണ ലൈവ് വരാറുള്ളത്. നോമ്പ് കാലമായതുകൊണ്ട് നോമ്പിനെ സംബന്ധിക്കുന്ന ചില ശാസ്ത്രീയമായ പരിശോധനകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് നോമ്പിന്റെ ശാസ്ത്രീയത തെരഞ്ഞു നടക്കുകയാണ് പല ആളുകളും. അതുകൊണ്ട് നോമ്പും ശാസ്ത്രീയതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ശരിയാണോ ഈ പറയുന്നത്, ഈ പട്ടിണി കിടക്കലും ഭക്ഷണ മത്സരവും ഒക്കെയായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി ലൈവ് വന്നിട്ട് ഇടയ്ക്കൊന്ന് വരണമെന്ന് വിചാരിക്കും, പറ്റാറില്ല. യൂട്യൂബില് തിങ്കൾ മുതൽ ശനി വരെ, തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാത്രി 8 മണി മുതൽ 9 മണി വരെ ചൊറിയാതെ വയ്യ എന്നൊരു പ്രോഗ്രാമിൽ ലൈവ് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് 8 മണി മുതൽ 9 മണി വരെയാണ്, സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഫേസ്ബുക്കിലെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഇന്ററാക്ഷൻ അങ്ങനെ കുറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി ആ ഒരു ഗ്യാപ്പ് വേണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പേര് വരണമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ അധികം ആളുകളൊന്നും വരാൻ സാധ്യതയില്ല എന്ന് എനിക്കറിയാം. കാരണം നോമ്പ് കാലമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്നും നോമ്പ് കാലത്ത് പല ആളുകളും വിട ചോദിച്ചു പോയതും നമ്മൾ കണ്ടു. നോമ്പ് കഴിഞ്ഞിട്ട് വരാം, നോമ്പ് സമയത്ത് തന്നെ പല ആളുകളും പിന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം നോമ്പിന് സൂക്ഷ്മത പാലിക്കണം എന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസം അങ്ങനെയാണ്. അതായത് നമ്മുടെ കണ്ണിനും നാവിനും കാതിനും ഹൃദയത്തിനും ഒക്കെ നോമ്പുണ്ട്. അതുകൊണ്ട് നോമ്പിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണമെങ്കിൽ ആ രൂപത്തിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം. അനാവശ്യമായ കാഴ്ചകളൊന്നും കാണാതെ, ആവശ്യമില്ലാത്തതൊന്നും കേൾക്കാതെ, നമുക്ക് മലക്കുകൾ എഴുതി വെക്കുന്നൊക്കെയാ പറയാറ്, തെറ്റും ശരികളുമൊക്കെ കുറെ വേണ്ടി വരും. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം വിശ്വാസികൾ സാധാരണ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാറില്ല. ഇരിക്കട്ടെ. അപ്പോ ശാസ്ത്രീയത നോമ്പിൻ്റെത്, നോമ്പ് ഭയങ്കര ശാസ്ത്രീയമായ വശമാണെന്ന് 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകൻ അറിയാമായിരുന്നില്ലേ, അതുകൊണ്ടത് ദൈവികമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ട് പൊതുവെ. ശരി, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കണം. പഠിച്ചിട്ട് അത് ശാസ്ത്രീയമാണ് എന്ന് തോന്നിയാലാണ് ഉപയോഗിക്കേണ്ടത് ശാസ്ത്രീയം എന്ന്. പക്ഷേ ഖുർആൻ ശാസ്ത്രീയമാണ് എന്നാണ് എപ്പോഴും എം അക്ബർ പറയാറുള്ളത്. എന്ത് മനസ്സിലാക്കിയിട്ടാണെന്ന് അറിയില്ല. ശരി, ശാസ്ത്ര സത്യങ്ങൾ എന്തെങ്കിലും ഖുർആനിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ശാസ്ത്രീയമായ അടിത്തറയുള്ളതാണ് എന്ന് പറയണമെങ്കിൽ കണ്ടുപിടിച്ച എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നമുക്ക് മുമ്പിൽ അവർ വെക്കണം. പക്ഷെ ഇന്ന് കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നടക്കുന്നത്, നോമ്പ് ശാസ്ത്രീയമാണ് എന്ന് സ്ഥാപിക്കാൻ. ശരി, നടക്കട്ടെ. പ്രത്യേകിച്ച് ഈ പട്ടിണി മത്സരം, ഭക്ഷണോത്സവം, പട്ടിണി മത്സരത്തിന് ശേഷമുള്ള ഭക്ഷണോത്സവം, ഇത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. നമുക്ക് തൽക്കാലം അലക്സാണ്ടർ ജേക്കബിന്റെ പെരിറ്റോണിയം പൊട്ടലും കുടലിനോട് ചേർന്ന് കിടക്കുന്ന പെരിറ്റോണിയം പൊട്ടി എൻസൈം പുറത്തു വരുന്നതും ഒക്കെ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് മാറ്റിവെക്കാം, അവിടെ നിൽക്കട്ടെ. അപ്പോ നമ്മുടെ എല്ലാ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെയും പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നോമ്പ് ശാസ്ത്രീയമാണ് എന്നാണ്. അതിനെക്കുറിച്ച് പഠിച്ച ഡോക്ടർമാര് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ സാധാരണഗതിയിൽ പറയാറുള്ളത്. അപ്പോ നോമ്പ് ഏത് രൂപത്തിലാണ് നമുക്കിഷ്ടപ്പെട്ട ഒരു വസ്തുതയെ നമ്മൾ ന്യായീകരിക്കുകയും വഷളാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. നമുക്കൊരു പക്ഷേ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കും എന്തെങ്കിലും തരത്തിൽ കേസിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. നമ്മളൊരു ഇസ്ലാം മത വിശ്വാസിയാണ്, അപ്പോ നമ്മളൊരു ഇസ്ലാം മത വിശ്വാസി ആയതുകൊണ്ട് ഇസ്ലാമിലെ എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശരിയാണ് എന്ന് നമ്മൾ ഒരിക്കലും സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. കാരണം നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ഫോളോ ചെയ്യാം, അതുകൊണ്ടൊന്നും ഒരു വിരോധവുമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്നും അപരന്റേതൊക്കെ തെറ്റാണെന്നും പറഞ്ഞപ്പോഴുണ്ടായ പ്രശ്നങ്ങളാണ് ഇന്നും ഇസ്ലാം വിമർശിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇരിക്കട്ടെ. ഇപ്പൊ മുസ്ലിങ്ങള് ഭക്ഷണം നിയന്ത്രിക്കുന്നു, നല്ലതാണ്, വളരെ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ് ഭക്ഷണം നിയന്ത്രിക്കുന്നത്. പക്ഷേ ഒരു തെറ്റിദ്ധാരണയുണ്ട് അവിടെ. ഇക്കാലത്തെ നോമ്പ് ഭക്ഷണോത്സവമാണ്. നോമ്പ് മുറിക്കുന്ന സമയത്ത് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, അവളുടെ പേര് ഹക്കീമ എന്നാണ്. ഈ ഹക്കീമ നോമ്പിന്
വളരെ സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി, ഡ്രസ്സൊക്കെ എടുത്ത്. അപ്പൊ അവളുടെ വീട് കുലശേഖരത്താണ്. അങ്ങനെ അവള് ഞങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് ശരി നാളെ പെരുന്നാളാണ്, പെരുന്നാളിനുള്ള ഇറച്ചി വരെ വാങ്ങാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആ പേരൻസ് അവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് ഡ്രസ്സും ഒക്കെ എടുത്ത് അവർക്ക് ഡ്രസ്സൊക്കെ കൊടുക്കാനായിട്ട് പോയതാ. പിറ്റേ ദിവസം നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാമെന്നൊക്കെ പറഞ്ഞ് തലേ ദിവസം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു. അവള് നോമ്പിന് അവിടെ പോയി. സമൂസ എന്തുണ്ടായിരുന്നു അത്ര, ഇവരെല്ലാവരും കൂടി എല്ലാവർക്കുമുള്ള ഡ്രസ്സൊക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മ ഒരു സമൂസ കൊണ്ട് കൊടുത്തു. ഈ സമൂസ ഇവര് വായില് വെച്ചതും ചിരിച്ച് 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 കമിഴ്ന്ന് വീണ് പോയി. എല്ലാരും വിചാരിച്ചോളെ ചിരിച്ച് കമിഴ്ന്ന് കിടന്ന് ചിരിക്കുമായിരിക്കും. പക്ഷെ അപ്പോഴേക്കും ആള് മരിച്ചിരുന്നു, കൊളസ്ട്രോൾ കൂടിപ്പോയി. ഇങ്ങനെ ഒരുപക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് നമുക്ക് എഴുതിത്തള്ളാം, ഇരിക്കട്ടെ. ഈ നോമ്പ് മുറിച്ചാൽ ഉടനെ നമ്മൾ കഴിക്കുന്ന ഈ എണ്ണക്കടികൾ ഉണ്ടല്ലോ, പിന്നെ പായസം, പത്തിരി, ബീഫ്, ചിക്കൻ, ഇതൊക്കെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ പോയി നോക്കിയാൽ അറിയാം. അതുപോലെ ആശുപത്രികളിൽ ഒന്ന് നോക്കിയാലും അറിയാം. ചെറിയ രൂപത്തിൽ ഒരു അന്വേഷണം നടത്തിയാലും മതി. ആശുപത്രികളിൽ വിവിധ തരത്തിലുള്ള ഉദര രോഗങ്ങൾ, വൈറസ് സംബന്ധമായിട്ട് ശരിക്കും അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ നോമ്പ് കാലത്ത്. അൾസർ, BP, പ്രമേഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, പിന്നെ ശരീരത്തില് വെള്ളത്തിന്റെ അംശം കുറയുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ. ഇങ്ങനെ നോമ്പ് കാലത്ത് വലിയ തോതില് രോഗികൾ വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ ഡോക്ടർമാരെ തേടി ആശുപത്രികളിൽ എത്തും. ചിലര് വിചാരിക്കും നോമ്പ് തീരട്ടെ, കാരണം മെഡിസിൻ കിട്ടിയാലും രാവിലെയും ഉച്ചയ്ക്കും ഒന്നും കഴിക്കാൻ നമുക്ക് പറ്റില്ല, അതുകൊണ്ട് അത് കഴിയട്ടെ. എന്തായിരുന്നാലും സൂര്യോദയം മുതൽ, അതായത് രാവിലെയും രാത്രിയൊക്കെ നമുക്ക് പരസ്പരം തിരിച്ചറിയണല്ലോ, അങ്ങനെയൊക്കെ നോമ്പിന് ചില നിയമങ്ങളുണ്ട്. കറുത്ത നൂലും വെളുത്ത നൂലും തമ്മിൽ ഇടകലർന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന സമയം ആ കാലഘട്ടത്തിൽ അങ്ങനെ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു നേരം പുലരുന്നതൊക്കെ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ ഉദയം മുതൽ അസ്തമയം വരെ അന്നപാനീയങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക. ഇതാണ് നോമ്പിന്റെ രീതി. ഈ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചിട്ട് കൃത്യമായ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് നാവും കണ്ണും ഹൃദയവും ഒക്കെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ എത്രയാണ് എന്ന് കണ്ടറിയണം. പിന്നെ നമസ്കരിക്കാതെ വെറുതെ പട്ടിണി ഇരിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്നും അറിയണം. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോ ഏതാണ്ട് 12 മണിക്കൂർ മിനിമം നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്ക് പെരിറ്റോണിയം പൊട്ടുമെന്നൊക്കെയാണ് കള്ളനായ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു പിടിപ്പിക്കുന്നത്. അപ്പോഴാണ് പെരിറ്റോണിയം പൊട്ടി എൻസൈം പുറത്തു വന്ന് മനുഷ്യന് രോഗപ്രതിരോധ ശേഷി കൂടുന്നതെന്നൊക്കെയാണ് കക്ഷി പറയുന്നത്. ശരി, ഈ ഭക്ഷണവും വെള്ളവും കുടിക്കാതെ 10-12 മണിക്കൂറോളം ഇരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് ഏതെങ്കിലും ആരോഗ്യ ശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങളെങ്കിലും അറിയുന്ന ആളുകൾ പറയുമോ? എനിക്ക് തോന്നിയിട്ടില്ല. 11 മാസക്കാലം കൃത്യമായി, ഒരുപക്ഷെ സമയം കൃത്യത പാലിച്ചവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. നമ്മൾ ഭക്ഷണം കഴിച്ച് വിശപ്പിന്റെ വിഷമം അറിയുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ളവരാണ്. അത് കഴിഞ്ഞ് 1 മാസക്കാലം മാത്രം ഭക്ഷണത്തിന്റെ ക്രമം തെറ്റിക്കുന്നത് കൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടോ? നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, കൊഴുപ്പ് കൂടിയ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ നിന്നും കൊഴുപ്പിനെ തള്ളിക്കളയുന്നതിന് വേണ്ടി നമ്മൾ നല്ലതുപോലെ ഭക്ഷണമൊക്കെ ക്രമീകരിക്കുന്നുണ്ട്. ജിമ്മിന് പോകുന്നവരുണ്ട്, അതല്ലെങ്കിൽ ഡയറ്റിംഗ് ചെയ്യുന്നവരുണ്ട്. ശരിയാണ്. അത് 1 കൊല്ലത്തിൽ 1 മാസക്കാലത്തെ ആഹാരത്തിന്റെ സമയക്രമം മാറ്റുന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തന്നെയുമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ദോഷം അതുണ്ടാക്കി തീർക്കുകയും ചെയ്യും. രാത്രി സമയത്ത് കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചുറങ്ങുക, പകല് മുഴുവനും വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യുക, ഏതെങ്കിലും രൂപത്തിൽ ഇത് ആരോഗ്യത്തിന് ഗുണകരമാണോ, ആരോഗ്യ പരിപാലനമാണ് നോമ്പിന്റെ ലക്ഷ്യമെങ്കിൽ അത് 1 വർഷത്തിൽ 1 മാസം മാത്രം ആരോഗ്യം നോക്കിയാൽ മതിയോ? ഞാൻ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. തുടർച്ചയായി നമ്മൾ ആ ആഹാരം ക്രമീകരിച്ച് നമ്മുടെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുകയും കൊഴുപ്പുള്ള ഭക്ഷണവും പൊണ്ണത്തടിയും ഒക്കെ ക്രമീകരിക്കേണ്ടതിന് പകരം, കൃത്യമായി നമ്മൾ നിരന്തരം അനുഷ്ഠിക്കേണ്ടതിന് പകരം 1 മാസം മാത്രം ഒരു മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? അതായത് അമിത ആഹാരം ഒഴിവാക്കുക. നമ്മുടെ ജീവിതത്തില് ഒരു ക്രമവും കൃത്യതയും
പാലിച്ച് ജീവിക്കുക എന്നതിന് പകരം ഈ 1 മാസം പട്ടിണി കിടന്നിട്ട് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്നൊന്ന് ആലോചിക്കുക. എത്രത്തോളം ശാസ്ത്രീയത ഉണ്ട് ഇതിലെന്ന് ആലോചിക്കുക. നമ്മൾ ഇതുവരെ ശീലിച്ചു വരികയാണ് 11 മാസം ഒരേപോലെ കൃത്യമായി ഒരു ദഹനേന്ദ്രിയ വ്യവസ്ഥയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഈ ആഹാരത്തിന് സമയമെടുക്കുന്നതോടെ, അതായത് 12 മണിക്കൂറെങ്കിലും മിനിമം എടുക്കുന്നതോടെ അന്നനാളത്തിലെ വിവിധ സ്രവഗ്രന്ഥികള് ആഹാരത്തെ സ്വീകരിക്കാനും അത് ദഹിപ്പിക്കാനുമുള്ള ശ്രമം ആരംഭിക്കുകയാണ്. നമ്മൾ പാലിച്ചു വന്ന ആഹാരക്രമത്തിനനുസരിച്ച് ഒരു കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു രീതി. അതുകൊണ്ട് ഭക്ഷണക്രമത്തിൽ വരുത്തുന്ന മാറ്റം ഈ സിസ്റ്റം തന്നെ തകിടം മറിക്കുമോ ഇല്ലേ? വായിലുണ്ടാകുന്ന ഉമിനീർ അഥവാ സലൈവ ആഹാരത്തിന്റെ ദഹന പ്രക്രിയയിലെ വളരെ പ്രഥമനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ക്ഷാരഗുണമുള്ള ഈ സലൈവ അഥവാ നമ്മുടെ ഉമിനീര് ഭക്ഷണം സമയത്ത് നമ്മുടെ വയറ്റിൽ ചെന്നിട്ടില്ലെങ്കിൽ മറ്റൊരു ധർമ്മവും കൂടി നിർവഹിക്കുന്ന ആമാശയത്തിലെ അമ്ലഗുണമുള്ള ഈ ദ്രാവകത്തെ നിർവീര്യമാക്കുക എന്ന ഒരു പ്രോസസ്സും കൂടി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അമ്ല അംശം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അമ്ലത കുറയ്ക്കാനുള്ള ഒരു സംവിധാനമാണിത്. ഉമിനീരൊക്കെ തുപ്പി കളഞ്ഞ് ആമാശയത്തിലെ ആസിഡ് പ്രവർത്തിച്ച് അൾസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾ നിരന്തരം തുപ്പി നടക്കുന്നത് കണ്ടിട്ടില്ലേ? അതെന്തിനാ? തുപ്പല് പോലും വിഴുങ്ങാൻ പാടില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പൊ ഇതൊക്കെ നോമ്പ് കാലത്ത് ഉദര രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും. പൊതുസ്ഥലങ്ങളിൽ കാർക്കിച്ച് തുപ്പുക, അതുവഴി മാലിന്യം ഉണ്ടാക്കി കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ മാസ്ക് ഇട്ടത് എന്തിനാ? പുറത്ത് തുപ്പാതിരിക്കാനോ? നമ്മുടെ ശ്വാസ ഉച്ഛ്വാസം മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോ അർദ്ധരാത്രികളില് ഉച്ചഭാഷിണി ഉപയോഗിച്ചുണ്ടാക്കുന്ന ശബ്ദ മലിനീകരണം നോമ്പിന്റെ വലിയ ഒരു നന്മയാണെന്നാണ് ഇവർ പറയുന്നത്. മനുഷ്യനുറങ്ങണ്ടേ? രാത്രി നേരം വെളുക്കോളം ഇരുന്ന് ഖുർആൻ ഓതുക, ഖുർആൻ ക്ലാസ് എടുക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുക. നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും നമ്മുടെ അനുഷ്ഠാനവും ഒക്കെ നമുക്കാണ് പ്രിയപ്പെട്ടത്, നമുക്കാണത് പവിത്രമായത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ അങ്ങനെ നിഷ്കർഷിക്കുന്നതിൽ അടിസ്ഥാനവുമില്ല. കേരളത്തിലെ മുസ്ലിങ്ങളുടെ നോമ്പ് നമുക്കറിയാം, നിങ്ങൾക്കും എനിക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. എന്നാലും പറഞ്ഞേ തീരും. ഇത് ഒരു തീറ്റോത്സവമാണ്, ഭക്ഷണ ഉത്സവമാണ്. ഭക്ഷണ ചെലവ് മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് 3 ഇരട്ടിയിലധികമാകുന്നുണ്ട്. ഇക്കാലത്ത് പണം അധികം വർദ്ധിക്കുവാണ്. ചെലവ്, സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. ഇറച്ചിയുടെ, ഫ്രൂട്ട്സിന്റെ ഒക്കെ വില വർദ്ധിക്കും. നോമ്പ് കാലമായാല് മാർക്കറ്റുകളിലെ വില കൂടിയ ആഹാര വസ്തുക്കൾ കൊണ്ട് നിറയുവാണ്. പഴങ്ങളാണെങ്കിലും പച്ചക്കറി, നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത പഴങ്ങളൊക്കെ കാണാൻ പറ്റും. ലോഡ് കണക്കിന് കോഴികൾ, ആടുകൾ, പോത്തുകൾ. അറേബ്യൻ നാടുകളിൽ നിന്നും ടൺ കണക്കിന് കാരക്കയും നമ്മുടെ നാട്ടിലെത്തും. പിന്നെ മാംസം കാണുകയേ വേണ്ടി ഉത്സവം ആരംഭിക്കാൻ. ചില മതസംഘടനകള് ഓരോ നോമ്പിന്റെയും തുടക്കത്തില് ഈ ഭക്ഷണത്തെക്കുറിച്ച്, നോമ്പിനെ കുറിച്ച്, വ്രതത്തെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, മുസ്ലിങ്ങളുടെ മാത്രമായ അനുഷ്ഠാനത്തെ കുറിച്ചിട്ടൊക്കെ പത്രസമ്മേളനം നടത്തി പറയും. നോമ്പ് പ്രമാണിച്ച് പാചകവാതകത്തിന്റെ സബ്സിഡിയും കോട്ടയും വർദ്ധിപ്പിക്കണം. കാരണം ചെലവ് കൂടുവാണ്. നോമ്പുകാലത്തെ പ്രധാനപ്പെട്ട മാധ്യമ ചർച്ചകൾ തന്നെ നോക്കണം, പലതരത്തിലുള്ള വിഭവങ്ങളെ സംബന്ധിച്ചിട്ടാണ്. TV ചാനലുകളൊക്കെ ഇക്കാലമായാല് പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ പരിപാടിയായി കോഴി പൊരിക്കല്, മീൻ വറുക്കല്. യൂട്യൂബിൽ തന്നെ പാചക ചാനലുകൾക്കൊക്കെ ഭയങ്കര മാർക്കറ്റാണ് ഈ സമയത്ത്. ബിരിയാണി, അതുവരെ ഇന്നലെ ഞാൻ നോക്കിയ ഒരു ബിരിയാണി വെക്കുന്ന ഒരു വീഡിയോ നോക്കിയപ്പോ ഇന്നലെ വരെ 1 ലക്ഷം വരുന്നത് ഇപ്പൊ 9 ലക്ഷമായി. അങ്ങനെ മനുഷ്യരെ എങ്ങനെ വെറൈറ്റി ഉള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം, വെറൈറ്റി ടേസ്റ്റ്, പത്രങ്ങളിലായിരുന്നാലും മറ്റ് ദൃശ്യശ്രവണ മാധ്യമങ്ങളിലായിരുന്നാലും വിഭവങ്ങളുടെ വൈവിധ്യങ്ങള്, പുതുമ, ഇതൊക്കെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു. അത് വാർത്തയുമാകുന്നു. രാത്രികാലത്തെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ട് എന്താരോഗ്യ ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്? നമ്മൾ കഴിക്കുന്ന ഈ ബീഫും ചിക്കനും മറ്റുമൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ശരീരം എടുക്കുന്ന എഫേർട്ട് എത്രയാണ്? അത് ഡൈജസ്റ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ കിഡ്നി ഫംഗ്ഷൻ തന്നെ നല്ല രൂപത്തിൽ ബ്രേക്ക് ആകുന്ന ആളുകൾ ഡോക്ടറെ സമീപിക്കുന്നുണ്ട്. നിങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിനെ സമീപിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ അടുത്തുള്ള ക്ലിനിക്കിലൊക്കെ സംസാരിച്ചിട്ടാണ് ഈ വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്.
അർദ്ധരാത്രി പോലും മനുഷ്യനെ കിടത്തി ഉറക്കാതെ ഉച്ചഭാഷണി വെച്ചിട്ട് മതപ്രസംഗം, ഖുർആൻ ഓതൽ, ശബ്ദമലിനീകരണമാണ് ഇതൊക്കെ. ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടി, സാധാരണ ജനങ്ങൾക്ക് ഭക്ഷണമില്ല. മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, വിദേശത്ത് നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഹോട്ടലുകളൊക്കെ പൂട്ടിയിട്ടു. യാത്രക്കാര്, തൊഴിലാളികൾ അവരൊക്കെ പട്ടിണിയാകുന്നു. ആരെങ്കിലും ചായക്കടയോ ഹോട്ടലോ തുറന്നാല് അടിച്ചു പൊട്ടിക്കുമെന്ന് ഭീഷണി. ഇസ്ലാമിക സദാചാര പ്രവർത്തകർ അപ്പോഴിറങ്ങും, മര്യാദയ്ക്ക് കടകൾ അടച്ചു. അല്ലപ്പ നിങ്ങളുടെ ആഘോഷമല്ലേ, നിങ്ങളുടെ അനുഷ്ഠാനമല്ലേ, നിങ്ങളെടുത്തോ നോമ്പ് മറ്റുള്ളവർക്ക് ഇല്ലല്ലോ. അതൊന്നും ഇവിടെ വിമർശനങ്ങൾക്ക് വിധേയമല്ല, അതിനെയൊന്നും വിമർശിക്കാൻ പാടില്ല. നോമ്പിന്റെ ശാസ്ത്രീയതയെ കുറിച്ച് വ്യാഖ്യാനിച്ച് ഒരുപാട് വിവരണങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ എമ്പാടുമുണ്ട്. ഇത് നോമ്പുണ്ടാക്കുന്ന നമ്മുടെ പ്രശ്നങ്ങള് ശാസ്ത്രീയമായ പഠനങ്ങൾ തന്നെയുണ്ട് അതിനെ സംബന്ധിച്ച്. പക്ഷേ നോമ്പിലേക്ക് ശാസ്ത്രീയത കുത്തിക്കയറ്റുന്ന ആളുകൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്ന പോലുമില്ല. നോമ്പിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ ഇല്ലേ? നമ്മൾ പിന്നെ ആരെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഉടനെ നമ്മൾ അതെടുത്ത് കൊണ്ട് പിടിച്ചിട്ട് അങ്ങ് തുടങ്ങും. അയ്യോ നോമ്പ് ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങളൊക്കെ അങ്ങ് തുടങ്ങും. അതിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. നേരിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു മുസ്തഫ സംസാരിക്കുന്നതിന് എന്താ കുഴപ്പം? സംസാരിക്കാമല്ലോ. സംസാരിക്കണം. നമ്മുടെ ആശയങ്ങള്, വിമർശനങ്ങള്, സംവാദങ്ങള് ഒക്കെ ഉണ്ടാകണം. പിന്നെ എന്തൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം നമ്മുടെ വിഷയം അങ്ങ് പറയട്ടെ. മറ്റേ ഇവരുമായിട്ടേ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നാല് നമ്മുടെ വിഷയത്തിലേക്ക് ഒരുപക്ഷെ എനിക്ക് കടക്കാൻ പറ്റാതെ ഇപ്പം അവസാനം ഞാൻ ചാറ്റുകൾ നോക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. അപ്പോ ഈ നോമ്പിനെ കുറിച്ച് നോക്കുക. നമ്മുടെ റമദാൻ തന്നെ എടുത്തു, ഭയങ്കര ഡേഞ്ചറസ് ആണ് ഈ റിലീജിയസ് ഫാസ്റ്റിംഗ്. ബിക്കോസ് അതിനകത്ത് നമ്മള് വെള്ളം വരെ റെസ്ട്രിക്ഷൻ ആണ്, ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ആൻഡ് ഫുഡ് റെസ്ട്രിക്ഷൻ ആണ്. അപ്പം ബേസിക്കലി ഒരു ഒട്ടും ഫാസ്റ്റ് ചെയ്യാതെ നോർമലായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ബോഡിക്ക് ഇതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവണ്ടേ? ആ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പല പല മാറ്റങ്ങളും നമ്മുടെ ബോഡി സിസ്റ്റത്തിൽ വരും. അപ്പൊ അതിനകത്ത് ഈ ഡീഹൈഡ്രേഷൻ, വെള്ളം കുടിക്കാതിരിക്കുന്ന പേഷ്യൻസിന് ഡീഹൈഡ്രേഷൻ വന്നാൽ പല പല പ്രശ്നങ്ങൾ വരും. കിഡ്നി സ്റ്റോൺ മുതല് ഇൻഫെക്ഷൻസ് മുതല് ഇംബാലൻസ് വരും. ഇപ്പം ഞാനിപ്പം പറയുന്നത് നോർമൽ ആൾക്കാരിലാണ്, പക്ഷെ ഈ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഞാൻ ചികിത്സിക്കുന്നത് സിറോസിസ്, കരൾ രോഗം ഉള്ള വ്യക്തികളില് ഈ ഇങ്ങനത്തെ റിലീജിയസ് ഫാസ്റ്റിംഗ് പോലും പാടില്ലെന്നാണ്. എന്നുവെച്ചാൽ പഠനങ്ങളുണ്ട്. റമദാൻ മാസത്തില് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റ് ആ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ടൈമില് ഈ സിറോസിസ് പേഷ്യൻസിന്റെ അഡ്മിഷൻസ് ഹോസ്പിറ്റലിൽ കൂടുകയാണ്. പഠനങ്ങളുണ്ട്. ഈജിപ്തിലുള്ള വലിയൊരു പഠനമുണ്ട്. അതായത് ഈ റമദാൻ ടൈമില് ഫുൾ ഫാസ്റ്റ് ചെയ്ത സിറോസിസ് വ്യക്തികൾ, സ്റ്റേബിൾ ആയിട്ടിരുന്നവര് പെട്ടെന്ന് അവരുടെ കോംപ്ലിക്കേഷൻസ് അസുഖങ്ങളൊക്കെ കൂടിയിട്ട് അവര് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ഈ റമദാൻ ടൈം കഴിയുമ്പോഴത്തേക്ക്. അതിന്റെ അർത്ഥം എന്താണ്? അവരുടെ ഫാസ്റ്റിംഗ് പീരീഡിൽ അവരുടെ ബോഡിക്ക് ടൂ മച്ച് ഓഫ് സ്ട്രെസ് ആണ്. ഒരിക്കലും ഒരു സിറോസിസ് വ്യക്തി ഫാസ്റ്റ് ചെയ്യാൻ പാടില്ല. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സിറോസിസ് വ്യക്തികളുണ്ട്. അതായത് ചൈൽഡ് എ എന്നൊക്കെ നമ്മൾ പറയുന്ന ഗ്രൂപ്പുണ്ട്. ചൈൽഡ് എ, ചൈൽഡ് ബി ഉണ്ട്, ചൈൽഡ് സി ഉണ്ട്. ചൈൽഡ് സി എന്ന് പറയുന്നത് ഏറ്റവും മോശമായ അഡ്വാൻസ് കോംപ്ലിക്കേഷൻസ് ഉള്ള സിറോസിസ് വ്യക്തികൾ. ബിയും ഉണ്ട് അതിനകത്ത്. എ എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആണ്. എ ഗ്രൂപ്പില് ഒരു തരം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം. പക്ഷെ അവര് വെള്ളമൊക്കെ കുടിക്കണം. വെള്ളമൊക്കെ കുടിക്കാതിരുന്നാൽ അവർക്കും പ്രശ്നം. അവർ ബി ആവും, അല്ലെ പിന്നെ സി ആവും. അപ്പൊ അങ്ങനെ അസുഖം കൂടാൻ വരെ സാധ്യതയുണ്ട് ഇങ്ങനെ രോഗികളില്. പക്ഷെ അതല്ലാതെ നമ്മള് ആൾക്കാരിൽ ഇപ്പൊ പലരും എന്റെ അടുത്ത് പയ്യന്മാര് കുറച്ച് വണ്ണമുള്ളവരൊക്കെ നമ്മുടെ ഈ ഫാറ്റി ലിവർ ഡിസീസിന് ചികിത്സിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും? കുറച്ച് വണ്ണം എക്സ്ട്രാ കുറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ റമദാൻ ടൈമിൽ അവർ ഫാസ്റ്റ് ചെയ്യും. പക്ഷെ അവരൊക്കെ തിരിച്ചു വരുമ്പോൾ അവരുടെ ലിവർ ഫംഗ്ഷൻസ് ഒക്കെ, ലിവർ ടെസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയാ വരുന്നത്, കുറഞ്ഞല്ല. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് വരുന്ന പേഷ്യൻസിനും ആൾക്കാരിലും ലിവർ ഫംഗ്ഷൻസ് മോശം. അപ്പൊ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞാലും നല്ലതാണെന്ന്. തെറ്റാ. പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞാൽ ഫാറ്റ് ലിവർ കൂടത്തേ ഉള്ളൂ. അങ്ങനെ സഡൻ വെയിറ്റ് ലോസ് ഫാറ്റ് ലിവറിനെ മോശമാക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു തരം നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ലെന്നാണ് കാര്യം. റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ദഹിക്കില്ല. പക്ഷെ നമ്മുടെ ഒരു സയന്റിഫിക് ആയിട്ട് ഒരു മനുഷ്യർ അവരുടെ ഹെൽത്ത് എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ ഇതൊന്നും അത്ര നല്ലതല്ല, ഭയങ്കര ഡേഞ്ചറസ് ആണ്. അത് മാത്രമല്ലല്ലോ, ഇപ്പൊ റിലീജിയസ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ബ്ലാങ്കറ്റ് ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. എല്ലാവരും അങ്ങ് ചെയ്തോളുക എന്നുള്ള രീതിയിലാണ് പറയുക. അതില് പക്ഷെ അവര് പറയുന്നത്
അതായത് അസുഖമുള്ള ആളുകൾ എടുക്കണ്ട എന്നൊക്കെയുള്ളതാണ് അവർ നിയമം പറയാം. പക്ഷെ നമ്മൾ പറയാറുള്ള മറ്റൊരു കാറ്റഗറി ഉണ്ട്, സബ് ക്ലിനിക്കൽ, അതുപോലെ ഇതുപോലെയൊക്കെയുള്ള കേസ്. ഇതൊന്നും ഈ റിലീജിയന്റെ കണ്ണിൽ വരാത്ത, റഡാറിൽ ഇല്ലാത്ത ആളുകളാണ്. പുതുതായിട്ട് അസുഖം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ചെയ്തിട്ട്. നമുക്ക് അറിയില്ലല്ലോ. ക്ലിനിക്കലി പ്രസന്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ അസുഖം ഉണ്ട്. ഇതാണ് അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇത്. അതായത് ആദ്യമേ സിറോസിസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് ചിലവരിൽ റമദാൻ കഴിഞ്ഞിട്ടാണ്. അത് കഴിയുമ്പോൾ ഒരു ബ്ലീഡായിട്ട് വരികയാണ്, രക്തഛർദ്ദിച്ച്. എന്താ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് സിറോസിസ് ഉണ്ട്, അവർക്ക് അറിയില്ലായിരുന്നു. ഇത്രയും നാൾ അവർ ഇടയ്ക്കിടെ ഫാസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ദിവസം അതിന്റെ സ്ട്രെസ് കൂടിപ്പോയിട്ട് ലിവർ ഫംഗ്ഷൻസ് മോശമായിട്ട് ബ്ലീഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇതിപ്പോ നമ്മള് ഇപ്പൊ ലിവർ ഡിസീസ് പ്രകാരം മാത്രമേ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇത് കൂടാതെ നമ്മൾ ചില പേപ്പേഴ്സ് വായിച്ചിട്ടുള്ള ക്രോൺസ് ഡിസീസ്, അതുപോലെയുള്ള ഇൻഫ്ലമറ്ററി ബവൽ ഡിസീസ്, അതിനകത്തൊക്കെ ഇത് ക്രോൺസ് ഡിസീസ് പറയുന്നത് വൻകുടലിൽ ചെറുകുടലിലൊക്കെ വ്രണങ്ങൾ വന്നിട്ട് അൾസേഴ്സ് വന്നിട്ട് ലോങ് ആയിട്ട് നമ്മൾ ചികിത്സിക്കുന്ന ഒരു അസുഖമാണ് ക്രോൺസ് ഡിസീസ്. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് പറയുന്നത് അതുള്ള വ്യക്തികൾ, ക്യാൻസർ രോഗികൾ, ഹാർട്ട് അസുഖമുള്ളവര്, അങ്ങനെ പലതരത്തില് അസുഖം കൺട്രോൾഡ് ആണെങ്കിലും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഡയറ്റിലും നമ്മുടെ ജീവിതശൈലിയിലും പെട്ടെന്ന് വരുന്ന ഒരു മാറ്റം വരുമ്പോഴേ ശരീരത്തിൽ പല പല ചേഞ്ചസ് വന്ന് കോംപ്ലിക്കേഷൻസ് ആവുന്ന പല വ്യക്തികളും ഉണ്ട്. അപ്പൊ സയന്റിഫിക്കലി ഇതൊന്നും നന്നല്ല. ബാക്കിയുള്ളത് എല്ലാവരും അഡൾട്ട്സ് ആണ്. അതുകൊണ്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പറഞ്ഞു, അതായത് പ്രാർത്ഥിച്ച് അത് നേരെയാക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അത് എടുത്തോട്ടെ. അതെ, ഇതാണ് യങ്സ്റ്റേഴ്സിനോട് മുഴുവൻ പറയാനുള്ള ഒറ്റ കാര്യമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, മുൻപ് 70കളിലും 80കളിലും വന്നുകൊണ്ടിരുന്ന കേൾവി കുറവ് ഇപ്പോ 30ലും 35ലും 20കളിലും വരും. വേറൊരു വീഡിയോ കയറി വന്നതാ. അതായത് ഇത് തന്നെയാണ് ഞാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നോമ്പ് പിടിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് ഖുർആനിലില്ല. ഖുർആൻ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായിരിക്കുന്നു. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. ഉറപ്പില്ല ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നും ഈ കാലഘട്ടത്തിൽ ഇസ്ലാമും മുസ്ലിമും പ്രവാചകനും ഇസ്ലാമിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വിചാരണ ചെയ്യപ്പെടുമെന്നും അള്ളാഹുവിന് അറിയില്ലായിരുന്നു. അദൃശ്യജ്ഞാനിയായ അള്ളാഹുവിന് ഇത് അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ബ്രേക്ക് ചെയ്യാൻ ഒരു പ്രവാചകനെ അയക്കുകയോ അതല്ലെങ്കിൽ ഒരു ഗ്രന്ഥം ഇറക്കുകയോ ഒക്കെ ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ അള്ളാഹു ചെയ്തിട്ടില്ല. ഇനി റമദാൻ നോമ്പിനെ കുറിച്ച് ഒരു ഹിന്ദു സഹോദരിയുടെ വാക്കുകളാണ്. കാരണം നമ്മള് അനുകൂലമായത്, എന്റെ ആശയങ്ങൾക്ക് അനുകൂലമായത് മാത്രമല്ലല്ലോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്. നോമ്പിനെ പിന്തുണയ്ക്കുന്ന വാർത്തകളും നിങ്ങൾ കാണണം. ഓക്കെ, ഞാനും നോയമ്പെടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കിട്ടുന്നതൊക്കെ ഞാനും തിന്നാറുണ്ട്. പക്ഷെ ഇതിനൊരു വളരെ സയന്റിഫിക് ആയ ഒരു വശം ഇതിന്റെ പിറകിലുണ്ട്, നമ്മൾ കാണാതെ പോകരുത്. ഈ മനുഷ്യന് 11.5 മണിക്കൂറോളം നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ആമാശയത്തിൽ, നിങ്ങളുടെ കുടലിനകത്ത് ഒരു പ്രത്യേക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഹോർമോൺ വെറുതെ ഉൽപ്പാദിപ്പിക്കുന്നതല്ല. ഇവനിതാ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ അവശനായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ശരീരം പറയാണ് ഇവനിങ്ങനെ അവശനായിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഇവനെ രക്ഷിക്കാനുള്ള, അവന് എനർജി കൊടുക്കാനുള്ള ഒരു മെക്കാനിസം വേണം. ആ മെക്കാനിസമാണ് ഈ ഉണ്ടാകുന്നത്. ആ മെക്കാനിസം സംഭവിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയുന്ന ഹോർമോണുകൾ അത് നിങ്ങളുടെ ശരീരത്തിന് ഓട്ടോ ഇമ്മ്യൂണിറ്റി, നിങ്ങളുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കും. നിങ്ങളുടെ പല രോഗങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കാനുള്ള കഴിവ് കൊടുക്കും. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഏറ്റവും, ഞാനും നോയമ്പെടുത്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, മുസ്ലിങ്ങളോട് നോമ്പ് പിടിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഖുർആൻ അറിയുന്ന എനിക്ക് പറയാനുള്ളത്. ഹദീസുകളിലൂടെയും മുസ്ലിങ്ങൾക്ക് നോമ്പെടുക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഖുർആൻ വിളിക്കുന്നത് തന്നെ വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ, അല്ലയോ മുസ്ലിങ്ങളെ. ഇതാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ചേച്ചിയുടെ ആദ്യത്തെ അവകാശവാദം തന്നെ പൊള്ളയാണ്, പൊളിഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ 2, ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ശരി,
സുഡാനിലെ വേണ്ട, സുഡാനിലെ പട്ടിണി മരണങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഹമാസിന്റെയും ഇസ്രായേലിന്റെയും യുദ്ധം കാരണം ഗാസക്കാരിൽ ഒരുപാട് പേര് പട്ടിണി കിടന്നു മരിക്കുന്നു എന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. എന്തേ? അവർക്ക് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ലേ ചേച്ചി? നോമ്പ് പിടിച്ചിട്ട് തന്നെ പട്ടിണി കിടന്നു മരിക്കുന്ന ഗാസക്കാര്, പലസ്തീനികൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമായി നിൽക്കുമ്പോൾ, ഒരു തെളിവായി നിൽക്കുമ്പോൾ ഇവര് പറയുന്നു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ഒരു എൻസൈം പുറത്തു വരുമായിരിക്കും, അലക്സാണ്ടർ ജേക്കബ് ഒക്കെ പറയുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ നോമ്പ് പിടിക്കുന്നവർ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാതെ മരിച്ചു പോകുന്നത്? അങ്ങനെ മരിക്കാൻ പാടില്ലല്ലോ. ഇനിയും നമ്മുടെ ആരിഫ് തന്നെ കൃത്യമായി ഈ നോമ്പിനെ ഒന്ന് അവലോകനം ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതും ആരിഫും ഒരു ഡോക്ടറും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ശരി, ആരിഫ് വളരെ കൃത്യമായിട്ട് ഈ നോമ്പിന്റെ ശാസ്ത്രീയത എന്താണ് എന്ന് പറയുന്നുണ്ട്. നോക്കാം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമാണ് വിശുദ്ധ റമദാൻ. ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കാൻ വേണ്ടി പ്രവാചകൻ മനുഷ്യർക്ക് നൽകിയ ഏറ്റവും മഹത്തായ നിർദ്ദേശമാണ് റമദാൻ വ്രതം. ഒരു മതാനുഷ്ഠാനം എന്നതിനേക്കാൾ ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ ശരീരത്തിനും മനസ്സിനുമുണ്ട് എന്നുള്ള ഗവേഷണങ്ങളാണ് പുതുതായി പുറത്തുവരുന്നത്. നമ്മുടെ മിക്ക രോഗങ്ങൾക്കും കാരണമാകുന്നത് ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിയുന്നതാണ് എന്ന് ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൊഴുപ്പിനെ നീക്കം ചെയ്യുവാൻ ഏറ്റവും നല്ല രീതി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു വെക്കുന്നു. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ 12 മണിക്കൂർ സമയമെങ്കിലും ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. ഇതേക്കുറിച്ച് ലിത്വാനിയയിലെ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലെ കാർഡിയോളജി വിഭാഗത്തിലെ പ്രൊഫസറായിട്ടുള്ള സ്റ്റീഫൻ സ്പിൽബർഗും ലിയനാർഡോ ഡികാപ്രിയോ മാത്യൂസും ചേർന്ന് നടത്തിയിരിക്കുന്ന പഠനങ്ങൾ ശ്രദ്ധേയമാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ അത് പകൽ സമയത്ത് ചെയ്താൽ 4 ഇരട്ടി ഗുണമാണ് ഉണ്ടാവുക. കാരണം ഒരാൾ ഒരു ദിവസം ചെലവാക്കുന്ന ഊർജത്തിന്റെ 4 ഭാഗവും ചെലവാക്കുന്നത് പകൽ സമയത്താണ്. അതേ സമയത്ത് തന്നെ ഭക്ഷണം ഒഴിവാക്കിയാൽ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന അനാവശ്യ കൊഴുപ്പിന്റെ അളവ് 4 ഇരട്ടിയായിരിക്കും. ഇനി വ്രതത്തിന്റെ ശാരീരിക ഗുണങ്ങളെക്കുറിച്ച് നടത്തിയ കണ്ടെത്തൽ കൂടി നമുക്ക് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ആവശ്യമായ ദഹനരസം ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ തലച്ചോർ നൽകുന്നത് ഗ്യാസ്ട്രിൻ എന്ന ഹോർമോൺ ഉപയോഗിച്ചാണ്. ഈ ഹോർമോണിന്റെ തന്മാത്ര ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ അത്ഭുതപ്പെട്ടു. ഗ്യാസ്ട്രിൻ എന്ന ഹോർമോണും ഓക്സിറ്റോസിൻ എന്ന ഹോർമോണും തമ്മിൽ ഒരു OH ഗ്രൂപ്പിന്റെ വ്യത്യാസം മാത്രമേയുള്ളൂ. അതായത് വ്രതാനുഷ്ഠാന സമയത്ത് വെള്ളം കൂടി കുടിക്കാതിരുന്നാൽ ഗ്യാസ്ട്രിനിൽ നിന്നും ഒരു OH മാറി അത് തനിയെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണായി മാറും. അതോടൊപ്പം കാർബൺ ഡയോക്സൈഡും പുറത്തേക്ക് പോകുന്നു. ഓക്സിറ്റോസിൻ എന്നത് സന്തോഷത്തിന്റെ ഹോർമോണാണ്. അതായത് ആദ്യ ദിവസം മുതൽ തന്നെ വലിയ സന്തോഷം അനുഭവിക്കാൻ ഒരു നോമ്പെടുക്കുന്ന വ്യക്തിക്ക് സാധിക്കും. നോമ്പ് നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായ കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്. ശരീരത്തിലെ മിനറൽസ്, ആന്റി ഓക്സിഡന്റ്സ് എന്നിവയുടെ രക്തത്തിലെ അളവ് നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. മഗ്നീഷ്യം, സിങ്ക്, ആഴ്സനിക്കം, ലെഡ്, മെർക്കുറി എന്നിവയുടെ അളവ് വളരെ പ്രധാനമാണ്. അതേപോലെ ആന്റി ഓക്സിഡന്റുകളായ ഡൈക്ലോറോ ഡൈഫിനൈൽ ടെട്രാക്ലോറോ ഈഥൈൻ, പോളിവിനൈൽ ക്ലോറൈഡ്, പോളി ടെട്രാഫ്ലൂറോ ഈഥൈൻ, അലാനിൻ, മീഥൈൽ ആൽബൻഡസോൾ എന്നിവയും അത്യാവശ്യമാണ്. ഇവയെല്ലാം അടങ്ങിയ 2 ഭക്ഷണം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. അത് ഈത്തപ്പഴവും കാരക്കയുമാണ്. അതുകൊണ്ടാണ് നോമ്പ് തുറക്കാൻ ഈത്തപ്പഴമോ അല്ലെങ്കിൽ കാരക്കയോ വേണമെന്ന് നബി നമ്മെ പഠിപ്പിച്ചത്. നോമ്പിനൊപ്പം പരമപ്രധാനമാണ് 5 നേരത്തെ നമസ്കാരം. വയറ്റിൽ ഭക്ഷണമൊന്നുമില്ലാതെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ മെലറ്റോണിൻ എന്ന ഒരു ഹോർമോൺ ഉണ്ടാകുന്നു. ഇത് സെറട്ടോണിൻ എന്ന ഹോർമോണിനെ ഉത്തേജിപ്പിക്കുന്നു. സെറട്ടോണിൻ എന്നത് ലവ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. മുഹമ്മദ് നബിയിൽ അത് വളരെയധികം ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതായത് നോമ്പ് എടുക്കുന്നവരുടെ കുടുംബ ബന്ധങ്ങൾ വളരെ ദൃഢമാകുന്നു. നോമ്പ് എടുക്കുമ്പോൾ ചെറുകുടൽ പുറപ്പെടുവിക്കുന്ന ആൽഫ-3 പെരിട്ടോണിക് ആസിഡ് എന്ന രാസവസ്തു മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ 1 മാസം നോമ്പ് അനുഷ്ഠിക്കുന്നവരിൽ മലാശയ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നും പഠനങ്ങൾ കാണിക്കുന്നു. വൈദ്യശാസ്ത്രം അല്പം പോലും വികസിച്ചിട്ടില്ലാതിരുന്ന 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകന് ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ അതാണ് ഇസ്ലാമിന്റെ മഹത്വം. ട്രോൾ ചെയ്താണ്. അതല്ല, ചോദ്യം ഇതാണ്,
ഈ ഒരു മാസം മാത്രം മതിയോ മനുഷ്യന് ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണം, മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണം ഈ ഒരു മാസം മാത്രം മതിയോ? ആരിഫ് ആയതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ട്രോൾ ചെയ്താണ് എന്ന് പറയാൻ കാരണം. എന്തായിരുന്നാലും ചോദ്യം ഇതാണ്, മനുഷ്യൻ പട്ടിണിയിരിക്കുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടോ? ഞാന് രാവിലെ മുതൽ വൈകിട്ട് വരെ സന്ധ്യ വരെ ഏതാണ്ട് 12 മണിക്കൂറും പട്ടിണി ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണം എനിക്കുണ്ടോ, എൻ്റെ വീട്ടിനുണ്ടോ, കുടുംബത്തിനുണ്ടോ, എൻ്റെ അയൽക്കാർക്കുണ്ടോ, സുഹൃത്തുക്കൾക്കുണ്ടോ, നാടിനുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഞാൻ പട്ടിണി ഇരിക്കുന്നത്. ഇന്ന് വേറൊരു വാർത്ത കൂടി കണ്ടു കേട്ടോ. അതായത് മഗ്‌രിബിന്റെ ബാങ്ക് വിളി ഉയർന്നാൽ ഈ ബസ്സിൽ ഒരാളും വിശന്നിരിക്കേണ്ടി വരില്ല. ഏഷ്യനെറ്റ് ന്യൂസിന്റെ വാർത്തയാണ്. എല്ലാവരും നോമ്പ് എടുത്തവർക്കും എടുക്കാത്തവർക്കും ഒക്കെ ഇവര് നോമ്പ് മുറിക്കാനുള്ള സൗകര്യം, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണ്. ആരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയാണിത്? നമുക്കറിയാം, ഒരിക്കലും മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല. മനുഷ്യൻ തമ്മിലാണ് സൗഹാർദ്ദപ്പെട്ട് ജീവിക്കേണ്ടത്. മതങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും മനുഷ്യൻ ഇതൊക്കെ വലിച്ചെറിയുന്ന ഒരു സമയമുണ്ടാകും, ഒരു സംശയമില്ല. ഇതിപ്പോ നമുക്ക് നോമ്പ് അനിവാര്യമാണോ അല്ലേ എന്ന് ചിന്തിക്കുന്നതിനേക്കാളേറെ ഈ ഭക്ഷണത്തിന്റെ ഉത്സവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതും സംസാരിക്കേണ്ടത്. മനുഷ്യൻ നോമ്പ് കാല സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, വൈകിട്ട് വീർത്ത് കവറൊക്കെ ആയിട്ട് പോകുക, നിറയെ ഫ്രൂട്ട്സ്, വെജിറ്റബിള്, മീന്, ഇറച്ചി ഇതൊക്കെ നമ്മൾ ശരീരത്തിലേക്ക് വാരിക്കയറ്റാണ്. വീണ്ടും ആ ഡോക്ടറുടെ വാക്കാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതായത് അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോയി അന്വേഷിക്കണം, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണോ ഈ നോമ്പ് കാലത്ത് രോഗവുമായി സമീപിക്കുന്നത്. എനിക്കറിയുന്ന പല ഡോക്ടർമാരും ആണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോ ഈ ഒരു മാസം പട്ടിണി ഇരിക്കുന്നതിന്റെ പേരില് എന്ത് തരത്തിലുള്ള ആത്മനിർവൃതിയാണ് അള്ളാഹുവിനുണ്ടാകുന്നത്? നമ്മൾ പോലും നമ്മുടെ മക്കളോട് പറയാറ് വയറ് നിറയെ ഭക്ഷണം കഴിക്കണം, ക്ഷീണിക്കരുത്. മക്കളുടെ മുഖം ഒന്ന് വാടിയാൽ നമുക്ക് ആകെ വിഷമാണ്, നമ്മുടെ മുഖം വാടിയാൽ നമ്മുടെ മാതാപിതാക്കൾക്കും അതുപോലെ. പക്ഷെ ഈ സൃഷ്ടാവിന് ഇഷ്ടം സാഡിസമാണ്. അതായത് നമ്മളിങ്ങനെ പട്ടിണി ഇരിക്കുക, ഈ വിശന്നു വലഞ്ഞു കുട്ടികൾ മുതൽ വലിയവര് വരെ ഈ റോഡ് പണിക്ക് പോകുന്ന ആളുകളുണ്ട്, വളരെ കടുകട്ടിയായിട്ടുള്ള പണിയെടുക്കുന്നവരുണ്ട്, കരിങ്കൽ പണിക്ക് പോകുന്നവരുണ്ട്. അവരൊക്കെ എങ്ങനെയാ അല്ലാഹുവിനെ ആരാധിക്കുക? പിന്നെ ഉദയം മുതൽ അസ്തമയം വരെയാണല്ലോ. 6 മാസത്തിൽ ഒരിക്കൽ മാത്രം സൂര്യൻ ഉദിക്കുന്ന രാജ്യങ്ങളില്ലേ? അവിടെയുള്ള ആളുകൾ എങ്ങനെ നോമ്പ് പിടിക്കും? എങ്ങനെ 5 നേരം നമസ്കരിക്കും? ഈ നോമ്പ് തുടങ്ങാനും ഒടുങ്ങാനും ഒക്കെയുള്ള സമയം അവരെങ്ങനെ മനസ്സിലാക്കും? ഒരുപാട് ചോദ്യങ്ങൾ നോമ്പിനെ സംബന്ധിച്ച് ബാക്കി നിൽക്കുകയാണ്. നോമ്പ് ശാസ്ത്രീയമാണ് എന്ന് പറയുമ്പോൾ ആരാണ് നോമ്പിനെ കുറിച്ച് ശാസ്ത്രീയമായ ഗവേഷണം നടത്തിയത്? ആ ഗവേഷണം ആണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുമ്പ് ഇവര് പറഞ്ഞിരുന്നു, ഈച്ച നമ്മുടെ പാനീയത്തിൽ, നമ്മുടെ കുടിക്കാൻ പോകുന്ന ചായയിലോ ജ്യൂസിലോ വെള്ളത്തിലോ എങ്ങാനും ഈച്ച വീണാല് ആ ഈച്ചയെ വീണ്ടും ആ ചായക്കകത്ത് മുക്കി പിഴിയണം. എന്തിനാണ്? ഈച്ചയുടെ ഒരു ചിറകിൽ രോഗം, മറ്റേ ചിറകിൽ ഔഷധവുമാണ്. അപ്പോ ചിലപ്പോൾ ഈച്ച ഏത് ചിറക് ചരിഞ്ഞിട്ടാണ് വീണത് എന്നറിയില്ലല്ലോ, ഈച്ച എപ്പോഴും ചരിഞ്ഞാണ് വീഴാറ്. അങ്ങനെയാണെങ്കിൽ രോഗശമനത്തിന്റെ ചിറക് ചരിഞ്ഞാണ് വീണതെങ്കിൽ രോഗവും കൂടി ഇട്ടങ്ങ് കലക്കി ഈച്ചപ്പായസമായിട്ട് വേണം അത് കുടിക്കാൻ. അത് അമേരിക്കയിലെ ഉക്രൈൻ എന്ന സയന്റിസ്റ്റ് ഡംബോഡിയം കൊയോക്സ് എന്ന ഒരു ദ്രാവകമാണ് ഈച്ചയിലുള്ളത് എന്ന് കണ്ടെത്തിയെന്ന് ആരോ എവിടെയോ ഒരു പോസ്റ്റ്. അത് കൊണ്ടുപിടിച്ച് മുസ്ലിങ്ങൾ അതിനെ അങ്ങ് ഏറ്റുപിടിച്ച് തുടങ്ങി. പിന്നീട് ഇവർ ഈച്ചയെ നോക്കി നടക്കുക, അട്ടിച്ചെടുത്തിട്ട് ചായയിലിട്ടിട്ട് കലക്കി കുടിക്കാനായിരിക്കും. ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്ന വസ്തുതകളെല്ലാം ശാസ്ത്രീയതയുമായി കോർത്തിണക്കി ഇസ്ലാമിനെയും ശാസ്ത്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ഒരു തോണിയിൽ ഒരുമിച്ച് പോകില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. മുസ്തഫ എന്തിനാ ഇവിടെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു. മുസ്തഫയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. മുസ്തഫ, എന്റെ ജീവിതം കൊണ്ട് എനിക്ക് ഒരുപാട് ലക്ഷ്യമുണ്ട്.
ഞാനിവിടെ ജീവിക്കുന്നത്, എനിക്ക് ചുറ്റും ഒരുപാട് സഹജീവികളുണ്ട്, എൻ്റെ കുടുംബക്കാരുണ്ട്, എൻ്റെ മക്കളുണ്ട്, ഭർത്താവുണ്ട്. അവർക്കൊക്കെ ഒരുപാട് സന്തോഷങ്ങളും സമാധാനവും, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരോടൊപ്പം നിൽക്കാൻ, അവരുടെ വേദനകളിൽ ഒപ്പം നിൽക്കാൻ, സന്തോഷം ഇരട്ടിപ്പിക്കാൻ ഒക്കെ ഞാനൊരു ഭാഗവാക്കായി മാറുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഉമ്മയുടെ നല്ല ഒരു മകളാണ് ഞാൻ, എൻ്റെ ഭർത്താവിന്റെ നല്ലൊരു ഭാര്യയാണ്, എൻ്റെ സഹോദരങ്ങൾക്ക് നല്ലൊരു സഹോദരിയാണ് ഞാൻ, അനിയത്തിക്ക് നല്ലൊരു അനിയത്തിയാണ്, എൻ്റെ മക്കൾക്ക് നല്ലൊരു ഉമ്മയാണ് ഞാൻ. അതിൽ 100% എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് മുസ്തഫ, ഞാനിവിടെ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് അർത്ഥമുണ്ട്. കുറെ ചാറ്റുണ്ടായിരുന്നു ഇവിടെ. ഗണേഷ് ഹായ്, ജെഷി ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. പ്രസാദ്, മുസ്തഫ, ആരാണ്, അപ്പോ ഓക്കെ, എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ. എല്ലാവരോടും വളരെ സന്തോഷമുണ്ട്. നമസ്തേ ടീച്ചർ. പ്രശാന്ത് നമസ്തേ. മുസ്തഫ പറയുന്ന പൊട്ടന്മാരാണെന്ന്. ആര് മുസ്തഫ പൊട്ടനാണെന്ന് ഞങ്ങളോട് കൂടെ പറയാ. ശരി, ചാറ്റൊന്നും വായിക്കാൻ പറ്റുന്നില്ല, ഒത്തിരി ഉണ്ട്. തൽക്കാലം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കിട്ടിയൊരു കുറച്ച് സമയം ഞാൻ നിങ്ങളുമായിട്ട് ആ വിഷയങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് വന്നത്. എന്തായിരുന്നാലും വളരെ കുറച്ച് ആളുകളാണെങ്കിലും ഉള്ള ആളുകൾ പോകാതെ ലൈവിലുണ്ടായിരുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയമൊന്നും ഞാൻ കവർന്നെടുക്കുന്നില്ല. എല്ലാവർക്കും വളരെയധികം സന്തോഷം. നന്ദി.